Hi friends, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് M11ന്റെ PUBG ഗെയിമിംഗ് റിവ്യൂ ആണ്. നമുക്ക് PUBG നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസോട് കൂടി സാംസങ് M11ൽ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? നമുക്ക് സാംസങ് M11 11,000 രൂപയ്ക്കാണ് ഇറങ്ങുന്നത്. അതുപോലെ തന്നെ തൊട്ടടുത്ത് അതിനെ കോമ്പീറ്റ് ചെയ്യുന്ന ഒരുപാട് ഡിവൈസുകളുണ്ട്. Realme Narzo 10ന് 12,000 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ റെഡ്മി നോട്ട് 8, ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങുന്ന റെഡ്മി നോട്ട് 9 എല്ലാം 12,000 രൂപയ്ക്കാണ് വരുന്നത്. അപ്പോൾ ഒരു 1000 രൂപ വേരിയേഷൻ മാത്രമാണ് സാംസങ് M11-നുള്ളൂ. അപ്പോൾ ഈ ഒരു ഡിവൈസിലെ PUBG ഗെയിമിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് കണ്ടുനോക്കാം. ഇപ്പോഴത്തെ ബാറ്ററി ലെവൽ 97%, ടെമ്പറേച്ചർ 32.6 ഡിഗ്രി. നമ്മൾ ആദ്യം തന്നെ കളിച്ച് നോക്കാൻ പോകുന്നത് PUBG ആണ്. PUBG നമുക്ക് ഡിഫോൾട്ട് സെറ്റിങ്സ് വരുന്നത് സ്മൂത്ത് ഗ്രാഫിക്സ്, മീഡിയം ഫ്രെയിം റേറ്റ് ആണ്. പക്ഷെ നമുക്ക് സ്മൂത്ത് ഗ്രാഫിക്സിൽ തന്നെ നമുക്ക് ഹൈ ഫ്രെയിം റേറ്റിൽ വരെ നമുക്ക് കളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ബാലൻസ്ഡ് ഗ്രാഫിക്സ് ലെവൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം മീഡിയം ഫ്രെയിം റേറ്റ് വരെയാണ് നമുക്ക് PUBG കളിക്കാനുള്ള ഓപ്ഷൻ ഉള്ളത്. നമ്മളിപ്പോൾ കളിച്ച് നോക്കാൻ പോകുന്നത് ഡിഫോൾട്ട് സെറ്റിങ്സിലാണ്, അതായത് സ്മൂത്ത് ഗ്രാഫിക്സ്, മീഡിയം ഫ്രെയിം റേറ്റ്. സാംസങ് M11 സ്നാപ്ഡ്രാഗൻ്റെ 450 Octa കോർ പ്രോസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് PUBG സാംസങ് M11 കളിക്കാനൊക്കെ പറ്റുന്നുണ്ട്, പക്ഷേ നമുക്കൊരു ലോ സെറ്റിങ്സിൽ കളിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒരല്പം കുറവാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം നമ്മൾ ഏറ്റവും ലോ ഗ്രാഫിക്സ് സെറ്റിങ്സിൽ ആണ് നമ്മളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയ രീതിയിലുള്ള ഒരു ഒരു ഇഷ്യൂസ് നമ്മൾ ഗെയിം കളിക്കുമ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഗെയിം കളിക്കുന്നവരെ ആണെങ്കിൽ ഇത്രയാണ് നമ്മുടെ ഒരു ബഡ്ജറ്റ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ, ഒരു 12,000-12,500 രൂപയാണ് നമ്മുടെ ബഡ്ജറ്റ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ പരമാവധി സാംസങ് M11 ഒഴിവാക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആ ഒരു ടോപ്പ് ലെവലിൽ എത്തുന്ന ഒരു ഫീല് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ബഡ്ജറ്റ് എത്ര ഉള്ളൂ എന്നുണ്ടെങ്കിലോ കുഴപ്പമൊന്നുമില്ല, ഈ ഡിവൈസ് എടുക്കാം. കാരണം നമുക്ക് കളിക്കാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല. അതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഗെയിം നമുക്ക് സ്മൂത്തായിട്ട് കളിക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഗെയിമേഴ്സ് കുറച്ചും കൂടി ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഒരു 14 രൂപ 15 രൂപ ആ ഒരു റേഞ്ചിലേക്ക് പോകാൻ കഴിയുകയാണെങ്കിൽ ഒരുപാട് മോഡൽസ് നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സാംസങ് M21 നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ റിയൽമി 6 റെഡ്മി നോട്ട് 8 പ്രോ കുറച്ചും കൂടി ബഡ്ജറ്റ് കയറും. റെഡ്മി നോട്ട് 9 പ്രോ ആണെങ്കിൽ ഈ ഒരു 14 രൂപ, അതായത് കുറച്ച് കൂടി ബഡ്ജറ്റ് കരുതാമെന്നുണ്ടെങ്കിൽ ആ ഡിവൈസുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഗെയിമിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും. കുറച്ചും കൂടി നല്ലൊരു ഗ്രാഫിക്സ് ലെവലിൽ നമുക്ക് കളിക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഫ്രെയിം റേറ്റിൻ്റെ കേസൊന്നും പ്രശ്നമില്ല. നമുക്ക് മീഡിയം അല്ലെങ്കിൽ ഹൈ ഫ്രെയിം റേറ്റിൽ കളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഗ്രാഫിക്സിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും ലോ ഗ്രാഫിക്സിൽ കളിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പോരായ്മ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ മറ്റ് ഡിവൈസുകളിൽ ഹൈ ഗ്രാഫിക്സിലും HD ഗ്രാഫിക്സിലൊക്കെ നമ്മൾ കളിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനൊരു താഴോട്ട് പോകുമ്പോഴൊരു പ്രശ്നമാണ്. എന്തായാലും ബാറ്ററി ബാക്കപ്പിൻ്റെ ഒരു പ്രശ്നമൊന്നും നമുക്ക് സാംസങ് M11 ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം 5000 mAh ബാറ്ററി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സൂപ്പർ AMOLED ഡിസ്പ്ലേ അല്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് വരുന്നുണ്ട്. ഗെയിമേഴ്സിന് ബഡ്ജറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാംസങ് M21 അതിൽ നമുക്ക് ഒരുവിധം നല്ല ഡിവൈസാണ്. സൂപ്പർ AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. സാംസങ് M31 പോവാം. അങ്ങനെ സാംസങ് തന്നെ നോക്കുകയാണെങ്കിൽ അത്തരം ഡിവൈസുകൾ നമുക്ക് മാർക്കറ്റിൽ കമ്പയർ ചെയ്തിട്ട് നമുക്ക് വാങ്ങിക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രധാനം വെച്ച് കഴിഞ്ഞാൽ ഓരോ ബഡ്ജറ്റിനും ഫോണുണ്ട്. 12,000 രൂപയ്ക്കാണെങ്കിലും ഫോണുണ്ട്, 13,000 രൂപയ്ക്കാണെങ്കിലും ഫോണുണ്ട്, 15-നാണെങ്കിലും ഫോണുണ്ട്, 16-നാണെങ്കിലും ഫോണുണ്ട്. അപ്പോൾ കുറച്ച് കൂടി ബഡ്ജറ്റ് എടുക്കുകയെന്നുണ്ടെങ്കിൽ കുറേ നേരം ഗെയിം കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ഈ ഒരു ഫോൺ നമ്മൾ സജസ്റ്റ് ചെയ്യില്ല. ജനറൽ യൂസിലേക്ക് വരുമ്പോൾ എന്തായാലും വേറെ ഇഷ്യൂസൊന്നും പറയാനില്ല. കാരണം ഒരുവിധം മീഡിയം സൈസിലുള്ള ഒരു ഫോണാണ്. അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. പിന്നെ നോർമൽ ചാർജിങ് ആണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അവിടെയൊന്നും നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ഈ ഗെയിമിങ്ങിലേക്ക് വരുമ്പോൾ ഒരുപാട് നേരം ഗെയിം കളിക്കുന്നവർക്കൊക്കെ ഇതത്ര സുഖകരമായിരിക്കില്ല.
ഇപ്പോഴത്തെ ബാറ്ററി ലെവൽ 87% ആണ്. നമ്മൾ ഏകദേശം 35 മിനിറ്റ് 40 മിനിറ്റിൻ്റെ അടുത്താണ് ഗെയിം കളിച്ചിരിക്കുന്നത്. 10% ചാർജാണ് കൺസ്യൂം ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ടെമ്പറേച്ചർ 39.3 ഡിഗ്രി ആണ്. സാംസങ്ങിൻ്റെ ഫോണുകളിൽ പൊതുവെ ഒരു 38, 39, 40 ഡിഗ്രി വരെ ഫോൺ ഹീറ്റ് ആവാറുണ്ട് ഗെയിം കളിക്കുന്ന സമയത്ത്. നമ്മുടെ ചാനലിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗീവുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഗീവുകളിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം.